എന്തിന് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാ അവർക്ക് വേണ്ട അതേ കിടക്കുന്ന ആദായം വേണമെങ്കിൽ അവരെ എടുത്തോട്ട് ആളിനെ വിടാൻ എന്തായിരുന്നു. 3 പ്രാവശ്യം കൊല്ലത്ത് ഇവിടെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പോയതാണ്. ഞങ്ങളെ വിളിച്ച് മാറി വിളിച്ച് സംസാരിച്ച് അവർ സംസാരിച്ച ഈ ഒരു കാര്യം ഞാനാ കൊലപാതകം ചെയ്ത രീതിയിലാണ് അവിടുത്തെ സർക്കിൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. 5 അടി നീളമുള്ള ഒരു മനുഷ്യൻ ചെന്ന് കഴുത്തടിച്ച് വീണ് മരിച്ചെന്നൊക്കെ അന്ന് പറയുന്നത്. DYSP ഓഫീസിൽ ചെന്ന സമയത്ത് ഇതിന് നമ്മൾ പ്രതിയെന്ന് ആരോപിച്ച് അന്ന് കൊടുത്തിട്ടുള്ളവർ വന്ന് പറഞ്ഞത് മൊത്തവും പച്ച കള്ളമാണ്. അളിയന് സംഭവിച്ചത് എന്തെന്നറിയാൻ ഒരു വീട്ടമ്മ 13 വർഷമായി കാത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയാം. എനിക്ക് എന്റെ ഭർത്താവ് പോയി ഇത്രയും കൊല്ലമായിട്ട് ഒരു തെളിവ് ഇതുവരെ അവര് പറയാന്ന് പറയുന്നല്ലാതെ എന്നെ ഇപ്പം 3 കൊല്ലം കൊണ്ട് എന്നെ വിളിക്കുന്നതും ഇല്ല. എന്നുവെച്ചാ അവൻ ഇറങ്ങിപ്പോയി അന്ന് അച്ഛൻ മരിച്ച അന്ന് തൊട്ട് എന്റെ കൊച്ചു കിടന്ന് കഷ്ടപ്പെടുക ഞങ്ങൾക്ക് വേണ്ടി. ഞാനൊരു ജോലിക്ക് പോകുന്നില്ല. ഞാൻ ഈ പോന്നെന്ന് പറയാൻ ഞാൻ തൊഴിലുറപ്പിനുമായി പോന്നോളൂ, അല്ല ഞാൻ ഒരു ജോലിക്കും പോവുകയല്ല. എന്റെ കുഞ്ഞു കിടന്നാ കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും ഇതിൽ നിന്നുണ്ടാവരുത്. എന്തിനിങ്ങനെ ചെയ്യുന്നെന്ന് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു ഇന്ന് വരെ എനിക്കൊരറിവില്ല. ദൈവത്തിന് അറിയാമെങ്കിൽ എനിക്കും അറിയാം എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ട അതേ കിടക്കുന്ന ആദായം വേണമെങ്കിൽ അവരെ എടുത്തോട്ട് ആളിനെ വിടാൻ എന്തായിരുന്നു ആദായം. അവര് തരണ്ട 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ആദായം ഉണ്ടായിരുന്നു. ചീനി വിറ്റ് 50,000 രൂപ ഉണ്ടായിരുന്നു. മോളെ കെട്ടിക്കാനുള്ള ചീനി കൊടുത്തത്. ആ പൈസയും കിട്ടിയിട്ടില്ല, എനിക്ക് ആളിനെയും കിട്ടിയിട്ടില്ല. എന്തിനു ചെയ്തെന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാമെങ്കിൽ എനിക്കും അറിയാം. ഒരു കുഞ്ഞുങ്ങളോട് ഒരു വഴക്കിന് പോകുന്ന മനുഷ്യനല്ലേ. ആ മനുഷ്യനെ എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവര് ആദായം എടുക്കാനാണെങ്കിൽ അവരാദായം എടുത്തോട്ട്. ചെയ്തെന്ന് അറിഞ്ഞൂടാ ആരാന്ന് ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല. അവരും പറയുന്ന അവര് പണം എറിഞ്ഞോട്ടെ എറിയട്ടെ, അവരെവിടം വരെ എറിയാൻ. ആന്ന് പാട്ടം എടുത്ത തൊട്ട് കരുവടം പള്ളി കൊടുത്തിന്റെ പുറവ് ഒരു 7 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. ഈ വസ്തുവിന്റെ ആൾക്കാരുമായിട്ട് എന്തെങ്കിലും അതും നമുക്കറിയത്തില്ല. വസ്തുവിന്റെ ആൾക്കാരായിട്ട് വഴക്കുണ്ടായിരുന്നു. സംശയം തോന്നിയെന്ന് പറയാൻ കൊണ്ട് അവരയ്യത്തല്ലി കിടക്കുന്നു. ഒരു പുറത്തും ഒരു കുഞ്ഞുങ്ങൾ അവരയ്യത്ത് കയറിയല്ല. ഞാൻ ആഫീസ് വിട്ട് ഞാനും പോകും വെള്ളം കോരാൻ. ചീനി മുളകും അതും ഇതും എല്ലാം നടുവായിരുന്നു. ഞാനും കൂടെ പോയി വെള്ളം കോരിയിട്ട് ഞങ്ങൾ ഒത്ത വീട്ടിൽ വരുന്നത്. ആ വരുന്നടുത്ത ഒരു വഴക്കുകൂടി ചെയ്തതല്ല. പിന്നെ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. അവര് ചെയ്ത എന്തുവാന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഒരു പാവങ്ങളെ ഇങ്ങനെ ചെയ്യരുത്. അവര് പണമുണ്ട്, എനിക്ക് പണമില്ല. എന്റെ കുഞ്ഞുങ്ങളെ സ്വർണം എന്റെ മരുമക്കാരന് 15 എന്റെ സ്വർണം കൊണ്ടായി ഈ വീട്ടിൽ ചേർന്നത്. വന്ന ഇപ്പൊ ഒരു പൊട്ട് പോലും എന്റെ മരുമക്കില്ല. മൊത്തം ഇതിനു വേണ്ടി ഞാൻ കേസ് പറഞ്ഞതാ. എന്നെ കൊണ്ട് കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ എപ്പോഴും അത് വിശ്വസിക്കും. എന്നുവെച്ചാൽ അതേപോലെ മുറിവുണ്ട്, ഇവിടുത്തെ 2 പല്ലില്ല. അതെല്ലാം പോലീസിന് അറിയാലോ. എല്ലാം അവർക്ക് അറിയാം. എന്നിട്ട് ഇത്രയും നാളായിട്ട് പ്രതിയെ പിടിക്കാത്തത് ഇനി എന്തുവന്ന് വെച്ചാൽ എനിക്കെങ്ങനെ അറിയാം. ഞാനും കൂടെ ഇരിക്കാം. ഞാൻ നേരം വെളുത്ത് ഇറങ്ങിപ്പോയില്ലേ. ആരെങ്കിലും പോലീസിനെ സ്വാധീനിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടായിരിക്കും. അതായിരിക്കും അവരിപ്പം പിടിക്കാത്ത. നമ്മള് ഇപ്പൊ 3 കൊല്ലം കൊണ്ട് എന്നെ വിളിക്കുന്നില്ല. മറ്റേ കൊല്ലത്ത് വിളിക്കും, ഞാൻ പോവും. ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും അന്വേഷണമൊന്നുമില്ല. ഇല്ല. ഈ മരണവുമായി ബന്ധപ്പെട്ട് തങ്കപ്പന്റെ സഹോദരിക്ക് പറയാനുള്ളത് എന്താണ്? ഇതുപോലെ പണിക്ക് പോയി സ്വന്തമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നിടത്ത് അന്ന് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയത്. പിറ്റേന്ന് ഞങ്ങൾ അറിയുന്നത് മരണപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ കണ്ടുപിടിച്ച മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആൾക്കാരൊന്നും ഇതിനേതായിട്ട് പരാതി കൊടുത്തിട്ടൊന്നും ഒരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു? സംശയം എല്ലാവരും പോയി കണ്ടവരൊക്കെ പറഞ്ഞ് മുറിവും കാര്യങ്ങളും ഉണ്ടെന്ന്. അങ്ങനെ അത് വെച്ചാൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. അല്ലാതെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അല്ലാതെ ഒരു കാര്യവും അറിയത്തില്ല. ഈ പാട്ടം കൊടുത്ത വസ്തുക്കാരുമായിട്ട് എന്തെങ്കിലും തങ്കപ്പന തർക്കമുള്ളതായിട്ട് നമുക്ക് എനിക്ക് അത്ര കൂടുതലായിട്ട് അറിയത്തില്ല. അവർ വീട്ടുകാരായിട്ട് അവർക്കറിയാമെങ്കിലും. ഇത്രയും വർഷമായിട്ട് ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കാത്ത അതിന്റെ കാര്യം എന്താണ്? അത് മുന്നിട്ട് ഇറങ്ങാൻ ആരും ഓരോരുത്തരും ഇല്ല. ഞങ്ങൾക്ക് പണവും ഇല്ല. പിന്നെ അങ്ങനെ ആരാ ഇറങ്ങുന്നത് എങ്ങനെ? അതുകൊണ്ടങ്ങനെ
തണുത്തു പോയതാണ്. തങ്കപ്പന് നാട്ടുകാരുമായിട്ടെല്ലാം നല്ല ബന്ധമായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നും അങ്ങനെ ഇവിടങ്ങളിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ പണി ചെയ്യുന്ന ആ വസ്തു കൊടുത്ത ആള് ശത്രുത ഉണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങനെ ഉണ്ടെന്നങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞു ഒന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ അങ്ങനെ അവിടെ പോകില്ലല്ലോ. പിന്നെ അവരൊക്കെ അല്ലേ പോയി വരികയും ചെയ്യുന്നു. പിന്നെ ആ സാറുമായിട്ട് അത്ര ഞങ്ങളുമായിട്ട് മിണ്ടത്തു കൊടുക്കത്തു ഒന്നും ഇല്ലായിരുന്നു. മരണം കഴിഞ്ഞതിന് ശേഷം അത്ര വലിയ ഇതില്ലായിരുന്നു. അതിനു മുമ്പൊക്കെ ഞങ്ങൾ മിണ്ടിയും പറയും കാര്യം പറയുക കാണുമ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ നമുക്ക് മുഖമൊന്നും അങ്ങനെ വലുതായിട്ട് തരത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങ് നടക്കും. ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഇല്ല, സംസാരിച്ചിട്ടില്ല. അവര് തങ്കപ്പനെ നേരിട്ട് അറിയാവുന്ന ആളായിരുന്നു. എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ രാത്രി ഇവിടെ കിടക്കുന്നത് നേരം വെളുത്ത് ഏതാണ്ട് ഒരു 7 മണിയായപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞപ്പോൾ സെക്കൻഡിൽ തന്നെ ഓടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ അയ്യത്തൊരു വലിയൊരു മാവ് നിൽപ്പുണ്ട്. മാവിൻ്റെ താഴത്തൊരു കണ്ടാവും, മണലൊക്കെ ഉള്ള കണ്ടാവും. പിന്നെ അങ്ങനെ അവിടെ ചെന്ന് ഉടനെ ഇതിൻ്റെ ഉടനെ ആയിട്ട് ബന്ധമില്ല, ആ ജഡമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഒരു 2 മണിക്കൂർ കൂടുതൽ അവിടെ നിന്നപ്പോൾ അവർക്ക് അന്നേരം എത്രയും പെട്ടെന്ന് ജഡമെടുത്തെടുത്ത് മാറ്റണം, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പെണ്ണുങ്ങളല്ലേ, ഇവർ പറഞ്ഞു അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജഡമെടുത്ത് എവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒക്കെ ചാമൊക്കെ കൊണ്ടുപോകും. അങ്ങനെയായി അവർ പെണ്ണുങ്ങളെ ഞാക്കിയിട്ട് ആണുങ്ങളെ കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുവന്ന് അടക്കം ചെയ്ത് ഇത് ഈ വീട്ടിൽ നിലയിലാണ്. അന്ന് ദുരൂഹതയായിട്ട് അന്ന് ഈ ഉടനെ ഞങ്ങളുടെ എതിരാ. എന്താ കാരണം? എന്താ കാരണം എന്നങ്ങനെ ഞങ്ങൾക്കല്ലേ സമുദായ സംഘടന ഉണ്ട്. സമുദായ സംഘടന കീഴിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇപ്പോഴും ആ സമുദായ സംഘടന ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇപ്പോഴും അവർ കാണുന്ന വലിയ എതിരാളികളായിട്ടാണ്. അല്ല, അവർക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് വന്നപ്പോഴത്തേ പിന്നെ അവരെ വിളിച്ച് ഞാനൊക്കെ സംസാരിച്ചെന്ന് പറയുന്നു. ഇതൊന്നും നമ്മൾ എന്താ സംസാരിച്ചെന്ന് നമുക്കറിയാൻ വയ്യ. അവർ തള്ളയും മോനും മാത്രമേ അറിയാവൂ അതിനെപ്പറ്റി. പിന്നെ യാതൊരു അനക്കവുമില്ല, കേസുമില്ല, അവർ വരവില്ല. ഞാൻ 3 പ്രാവശ്യം കൊല്ലത്ത് ഇവിടെ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ പോയതാണ്. ഞങ്ങളെ വിളിച്ച് മാറി വിളിച്ച് സംസാരിച്ച് അവർ സംസാരിച്ച ഈ ഒരു കാര്യം ഞാനാ കൊലപാതകം ചെയ്ത രീതിയിലാണ് അവിടുത്തെ സർക്കിൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. സർക്കിളിൻ്റെ രീതി അതായിരുന്നു. ഇയാൾ എങ്ങനെ കണ്ട്, ഇതൊക്കെ ആയിരുന്നു ചോദ്യം. ഞാനും ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ തങ്കപ്പം ചത്ത് കിടക്കുന്ന ജഡം മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ചെല്ലുമ്പം തങ്കപ്പം കവന്ന് കിടക്കുക IS മാവിൻ്റെ കീഴിലുമാണ്. അന്ന് 2 മഴ പെയ്തു. ആ മഴ മൊത്തം കിടന്ന് നനഞ്ഞിട്ടും അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊന്നും പോയിട്ടില്ല. ഇവിടെ കണ്ട് അടിയുണ്ട്, അതിൻ്റെ ഇങ്ങനെ ഒഴിയത് രക്തം മൊത്തം അങ്ങനെ കിടക്കുന്നു. അത് ഒട്ടും മാഞ്ഞു പോയിട്ടില്ല രക്തം, അതുപോലെ കട്ട പിടിച്ചാങ്ങിരിക്കുന്നു. അതാണ് ഞങ്ങൾ കാണുന്നത്. തങ്കപ്പൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാവുന്ന ബന്ധുവാണ് അനിൽകുമാർ. അതെ, എന്താണ് കാര്യങ്ങൾ? ഇത് പറയാനുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കേരള സർക്കാർ അറിയുന്നതിന് കഴിഞ്ഞ 10-13 വർഷം കൊണ്ട് ഈ കുടുംബം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങിക്കയറി നടക്കുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ പട്ടികജാതി സമുദായത്തിലെ സിദ്ധനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് അന്നന്ന് കൊണ്ടുവന്ന് അന്നം മേടിച്ച് ഇതിനു വേണ്ടി ഇറങ്ങി നടന്ന് ഉപജീവന മാർഗം നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ്. ഈ കേസിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ കൊല്ലത്തും തിരുവനന്തപുരത്തും അതായത് നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രിക്ക് വരെ നമ്മൾ പരാതി കൊടുത്തു. അതേപോലെ തന്നെ സ്റ്റേഷനിൽ നമ്മൾ ഈ പട്ടികജാതിയുടെ ഇതായിട്ട് നമ്മൾ ഈ ഒരു മാർച്ച് നടത്തി. അതേപോലെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഈ മരണപ്പെട്ട സ്ഥലത്ത് പോയി ആ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും അതിൻ്റെ അടക്കം ചെയ്യുന്നതും വരെ ഈ മരണപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ എൻ്റെ മാമനാണ്. ഇതിൻ്റെ കൂടെ മൊത്തം ഉള്ള ഒരാളുമായിരുന്നു. അതേപോലെ തന്നെ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴും എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ ആ മൊഴികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് മാറ്റിയൊന്നും പറയാനും ഇതില്ല. ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ യഥാർത്ഥ സത്യാവസ്ഥയായ കാര്യം അറിയണം. എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ മരിക്കുന്ന ഒരാളാണെങ്കിൽ 10-13 മുറിവ് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഈ താടി എന്ന് പറയുന്ന താടി ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ അന്നത് ഞങ്ങളെ ഈ മൊഴിയെടുക്കുന്ന സമയങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ DYSP ഓഫീസിൽ ചെന്ന സമയത്ത് ഇതിന് നമ്മൾ പ്രതിയെന്ന് ആരോപിച്ച് അന്ന് കൊടുത്തിട്ടുള്ളവർ വന്ന് പറഞ്ഞത് മൊത്തവും പച്ചക്കള്ളമാണെന്ന് പറയാൻ കാര്യം
അന്ന് ഒരു ഈസ്റ്റർ ദിവസമായിരുന്നു. ആ ഈസ്റ്റർ ദിവസത്തിൽ ഒരു സ്കൂളിലും പഠിത്തമോ പരീക്ഷയോ ഇല്ല. അന്ന് മൊഴി കൊടുക്കാൻ വന്നവർ പറഞ്ഞത് ഈസ്റ്റർ ആയതിൻ്റെ പേരിൽ അവർ ഈ അന്ന് സ്കൂളിൽ പഠിത്തം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി. പക്ഷേ അവർ പറഞ്ഞ തെറ്റാന്ന് ഞങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ന്. രണ്ടാമത് ഈ ഈ മരണത്തിൻ്റെ ഈ ആൾ മരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഈ കാർഷിക ജോലികൾ, അതായത് ഈ റബ്ബറുകൾ മുറിച്ച് മാറ്റുന്ന വസ്തുവിനകത്ത് അത് പാട്ടത്തിനെടുത്ത് ചീനി, വാഴ, ചേമ്പ്, കാച്ചിൽ എന്നുള്ള ആ കൃഷികൾ ചെയ്ത് ഉപജീവന മാർഗം ചെയ്തുകൊണ്ടാണ് ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ മരണപ്പെട്ട ആൾ ആ മരണപ്പെടുന്നതിൻ്റെ തലേന്ന് വരെ ജീവിച്ചത്. ആ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ജീവിച്ചുകൊണ്ടിരുന്ന ശേഷം ഇത് അന്ന് ഒരു എന്തോ ഇതായിട്ട് ഒരു കൃഷിയുടെ വിഷയത്തിലങ്ങാണ്ട് അതിനകത്ത് വന്ന് ആ മൊഴി പറയാൻ വന്ന കൂട്ടത്തിലുള്ളവരുടെ വസ്തുവിനകത്ത് കയറരുത്. കരുവോണി ജംഗ്ഷനിൽ വെച്ച് ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളെ ഇതിന് ഒരു മാസത്തിന് മുമ്പ് മർദ്ദിച്ചതുമായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു മാസത്തോളത്തെ പുറത്ത് എൻ്റെ മാമൻ ആ വസ്തുവിനകത്ത് പോയിട്ടില്ല. പോവാതിരുന്ന് പിന്നെ ചെന്നപ്പോൾ ഇനി ആ വൈരാഗ്യത്തിൽ അവർ ചെയ്തിട്ടുള്ളതാണോ എന്ന് അറിയാൻ വയ്യ. അവർക്ക് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരായതിൻ്റെ പേരിൽ നമ്മൾ പട്ടികജാതിക്കാരെന്നുള്ള ആ നിലയിൽ അവർക്ക് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ ബോഡി എടുക്കുന്ന സമയത്ത് ഈ മൊഴി എടുക്കാമെന്ന കൂട്ടത്തിൽ ഒരാൾ കണ്ണൂരായിരുന്നെന്നാണ് അന്ന് അത് ഈ മൊഴി കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ബോഡി എടുക്കുമ്പോൾ ഈ പറയുന്ന ആള് ഈ ബോഡിയുടെ അടുത്ത് ഒരു തോർത്തും തോളയിട്ട് കയ്യിലും കൊടുത്തുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ വ്യക്തി ബന്ധപ്പെട്ട ആളാണോ? ഈ വസ്തു അവര് അമ്മാച്ചനും മക്കളും ഒക്കെയാണ്. അവര് നല്ല സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഒക്കെ നിൽക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ഈ പെരുമഴ ആയിട്ട് പോലും അത് ഏത് മനുഷ്യനും കണ്ടാൽ തിരിച്ചറിയാം. കാലിൽ ഏകദേശം നമ്മുടെ ഒരു അരയടിയോളം അന്ന് ആ ചീനിക്ക് തടം വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ആ മണ്ണ് പറ്റിയത് ആ കാലിൽ ഒരു സകലം മണ്ണ് പോയിട്ടില്ല. പക്ഷെ ചെരുപ്പിനകത്ത് ഒരു സകലം മണ്ണ് പറ്റിയിട്ടുമില്ല. ചെരുപ്പ് അവിടെ കിടപ്പുണ്ട്. കാലിലൊരു സകലം മണ്ണ് പോലും നനഞ്ഞു മാറിയിട്ടില്ല. അതേപോലെ തന്നെ ആഹാരം കഴിക്കാൻ, ഇതിനകത്ത് ഈ ആഹാരം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു തൂക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുപോയിട്ട് കറി ഒഴിച്ചിട്ടില്ല, ഒരു കൈ ചോറ് വാരിയിട്ടുണ്ട്. അത് എങ്ങനെ അത് സംഭവിച്ചെന്ന് നമുക്കറിയാൻ വയ്യ. വെള്ളമെടുക്കാൻ പോകുന്നെങ്കിൽ അന്ന് അന്വേഷണത്തിന് ചെന്നപ്പോൾ അവർ പറയുന്നത് അവിടെ നിന്ന് വരുന്ന ഒരു കമ്പ് ചാരി വെച്ചിരുന്ന അതിൽ മറിഞ്ഞു വീണ് ആയിരിക്കാം മരിക്കാൻ സാധ്യതയെന്ന്. എന്നിട്ട് അതിന് ബദലാണ് ഞങ്ങളന്ന് പറയുകയും ചെയ്തു, ഒരു വാഴയെ ചാരി വെച്ച കമ്പിൽ വീണ് ഏതാണ്ട് ഒരു 3.5 അടി അകലത്തിലിരിക്കുന്ന കമ്പിൽ 5 അടി നീളമുള്ള ഒരു മനുഷ്യൻ ചെന്ന് കഴുത്തടിച്ച് വീണ് മരിച്ചെന്നൊക്കെ അന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് നല്ല രീതിയിൽ അന്വേഷിച്ച് ഇതിന്റെ പ്രതികളെന്ന് അന്ന് ഇതിനകത്ത് ഞങ്ങൾ ആരോപിച്ചിട്ടുള്ളവരെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യാതെ ഒരു കാരണവശാലും ഇതിലെ പ്രതികളെ കണ്ടെത്താൻ പാടാണ്. അവർ സമ്പത്ത് കൊണ്ട് അവർ മുന്നോക്കം നിൽക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ ഈ പട്ടികജാതിക്കാരായതിൻ്റെ പേരിൽ ഞങ്ങളെ ഇട്ട് ഇങ്ങനെ വലയ്ക്കുക. ഇതിൻ്റെ നിജസ്ഥിതി ഈ സർക്കാർ ഈ പട്ടികജാതിക്കാർക്കുള്ള ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിൽ ഇനിയെങ്കിലും ഈ കുടുംബത്തിനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി തരണമെന്ന് ഞങ്ങൾ ഈ സർക്കാർ ആത്മാർത്ഥമായി അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ചതെന്ന് പറഞ്ഞാൽ പട്ടികജാതിക്കപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നിരന്തരം അവിടെ ഇവിടെയും കൊന്ന് തള്ളിയിട്ട് ആരും അന്വേഷിക്കാനോ എടുക്കാനോ ഇല്ലാതെ വരികയാണ്. ആ ഒരു രീതിയിൽ വരാതെ ഈ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിൽ സർക്കാർ ഞങ്ങളെ സഹായിക്കണം. അതേപോലെ തന്നെ ഇതിനകത്ത് എന്നുള്ള അവർ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരു സാമ്പത്തികമോ ഒന്നും ഈ കുടുംബത്തിന് അവരാരും വാഗ്ദാനങ്ങൾ ചെയ്തിട്ടില്ല. പറയുന്നതെന്ന് പറയാൻ വെറുതെ ഈ കേസ് തിരിമറി നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇന്നും ഞങ്ങൾക്കൊരു സംശയത്തിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ ആദ്യമായി ഒരു സിവിൽ 2 പോലീസുകാരന്മാർ അതിന്റെ അന്വേഷണത്തിനായിട്ട് വന്നിരുന്നു. അവർ ഇതിൽ സമ്പത്ത് മേടിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയങ്ങളാണ്. ആ രീതിയിൽ അവർ വരുമ്പോൾ നമ്മളെ ആരെയും അറിയിക്കത്തില്ല. അവർ സ്വന്തമായിട്ട് പോവുക കാര്യങ്ങളെല്ലാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെ വന്ന് കാണാൻ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് അന്വേഷിച്ച കാര്യങ്ങളല്ല, അവർ പട്ടികജാതിക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടല്ല അവർ വരുന്നത്. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ DYSP ഓഫീസിലും കൊല്ലത്ത് ക്രൈം അറ്റാച്ച്മെന്റ് ഓഫീസിലും എല്ലാം വിളിച്ചപ്പോഴും നമ്മൾ ഈ മൊഴികൾ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് ഈ ഒരു കുടുംബത്തിന് നീതി കിട്ടുന്നിടം വരെ ഞങ്ങൾ ഈ സമുദായ സംഘടനയുടെ പേരിലായാലും ഇതിന് മുന്നോട്ട് ഇറങ്ങുന്നതിന് വേണ്ടി ആയാലും ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇതിന്റെ പ്രതിയെ കണ്ടെത്തി തരണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥം. തങ്കപ്പന് ആ സമയത്ത് അവിടെ ആരെങ്കിലും വിരോധികൾ എന്തെങ്കിലും ഉള്ളതായിട്ട്? അല്ല, പ്രത്യേകിച്ച് ആരും വിരോധികളില്ല. അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ആരും വിരോധികളില്ല. എന്ന് പറഞ്ഞാൽ ഈ വിരോധി എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനകത്ത് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അത് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്ത് ഈ പുള്ളിയുടെ ഏതോ ഒരു അമ്മാച്ചനെ സഹോദരൻ കണ്ടാണ് അടുത്തൊരു വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ പുള്ളിയായിട്ടുള്ള എന്തോ സംസാരത്തിൽ അവർ കൃഷി വിഷയമായിട്ടുള്ള സംസാരത്തിൽ ഇവർ അതിന്റെ പേരിൽ അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രകാരമാണ് കരികൂണ് വെച്ച് ഈ തങ്കപ്പൻ എന്ന് പറഞ്ഞ ആളെ അന്ന് മർദ്ദിച്ചതെന്നാ പറയുന്നത്. ഇതായിട്ട് അവർ ഇതിന്റെ ബദല് പറഞ്ഞതിന് എന്തൊരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ബദല് പറഞ്ഞതിന് ഞാൻ നട്ടിട്ട ചീനി വാഴയും കാര്യങ്ങളും എടുക്കാതെ
വെറുതെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നിന്നത്. പക്ഷെ ഇതിനകത്ത് ഈ പറയുന്ന അന്നതിൽ പ്രതികരുന്നത് എന്ന് പറയുന്നത് ഈ വാലംപിള്ള എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന് മർദ്ദിക്കേണ്ട ഒരു കാര്യവും ഇല്ല. എന്ന് വെച്ചാൽ അവരുടെ വസ്തുവിനകത്ത് പോകുന്നത് കാര്യങ്ങളൊന്നുമില്ല. ഈ അന്ന് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവരുടെ വസ്തുവിലായിരുന്നു കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോരുത്തരുടെ വസ്തു വിട്ടുവിട്ട് റബ്ബർ മുറിച്ച് മരുന്നിട്ട് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഉപജീവന മാർഗം, അല്ലാതെ മറ്റേ ഒരു തടി ചുമടോ കാര്യങ്ങളോ ഒന്നിനും പോകുന്ന ഒരാളല്ല. എല്ലാം കൃഷി കൊണ്ടുള്ള ജീവിതമായിരുന്നു. പിന്നെ ഇവിടെ പൈസ കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഇതിനകത്ത് ആ വീട്ടുകാർ പറയുന്നത്, അവർ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുന്നത് അത് ചുമ്മാതെ പറയിക്കുക, അല്ലാതെ ഒരു സാമ്പത്തിക സഹായങ്ങളും ഇവരാരും മേടിച്ചിട്ട് പോലും ഇല്ല. അവരാരെയും കയ്യിൽ നിന്ന് ഒരു 10 പൈസയുടെ ഒരു സഹായവും മേടിച്ചിട്ടില്ല. ഇറങ്ങി നടന്ന് നമുക്കറിയാം, നമ്മുടെ സ്വന്തം കയ്യിൽ നിന്ന് പോലും 10 രൂപ മുടക്കുകയാണ്. നമ്മുടെ കുടുംബവും പട്ടിണിയാക്കിയിട്ടാണ് ഇതിന്റെ പുറകെ പോയിട്ടുള്ളത്. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി ഈ വീട്ടുകാർ കാത്തിരിക്കുകയാണ് നീതിക്ക് വേണ്ടി. ഒപ്പം ഞങ്ങളും. മാസ്റ്റർ ന്യൂസ് കേരള.